ന്യൂ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ആവും. ക്രിയേറ്റ് ഡ്രസ് നമുക്ക് തന്നിട്ടുള്ള ഏത് ടൈപ്പാണ്? ഇങ്ങനെ ഡ്രസ് തന്നിട്ടുള്ളത്. ഇതൊന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതായത് ഹൈറ്റ് 4.33 തന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? സ്പേസിങ് 5 ടോട്ടൽ ലെങ്ത് 15 തന്നിട്ടുണ്ട്. ഇതിന് അടിയിൽ നമുക്ക് 5 10 തന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് 2.5 നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്താണ് ഇങ്ങനെ ഡ്രോ ചെയ്തുണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ എന്തായാലും ഇത് സെന്റർ ആയിക്കാരം 10ന്റെ സെന്റർ, ഇതിപ്പോ 10ന്റെ സെന്റർ കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടും. 5ന്റെ സെന്റർ 2.5 എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ സുഖമായിട്ട് കിട്ടും. വേറെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ വിസാർഡ് എടുക്കാം. അതിലുണ്ടാവും നമുക്ക് ഏതാണ്ട് വാരൻ ഡ്രസ് ആണ് അത്യാവശ്യം സെയിം ആയിട്ട് വരും. വാരൻ ഡ്രസ് എടുത്തു. നമുക്ക് ലെങ്ത് വന്നിട്ടുള്ളത് എവിടെ എത്ര നോക്കാം. ലെങ്ത് നമുക്ക് ടോട്ടൽ 15 വന്നിട്ടുള്ളൂ. ഞാനൊരു 20 എടുക്കണ്ടേ. 20 എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതായത് നമുക്ക് ഹൈറ്റ് 4.33 ആണ് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ലെങ്ത് ഞാൻ അത്ര എടുക്കാനുള്ള റീസൺ പറഞ്ഞുതരാം കേട്ടോ. സ്ട്രക്ചർ വിസാർഡ് വാരൻ ഡ്രസ് ഞാൻ എടുത്തു. ലെങ്ത് എത്ര എടുത്തു? 20 മീറ്റർ എടുത്തു. 20ൽ നമ്പർ ഓഫ് പേസ് അലോങ് ലെങ്ത് ഞാൻ ചെയ്തു 5 ഉള്ള രീതിയിൽ ഓർമ്മ ഹൈറ്റ് 4.33. പിന്നെ വിടുത്ത് ഞാൻ 10 മീറ്റർ ഇല്ല, ഒരു 10 മീറ്റർ എടുത്താണ് ഞാനിത് ഇത് 2 ആക്കി. അതായത് ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് പ്ലാൻ വ്യൂ അല്ല എലവേഷൻ മാത്രമല്ല കാണിച്ചു തന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അപ്ലൈ അടിച്ചു. അപ്ലൈ അടിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ഇത് രണ്ടെണ്ണം 15 എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹാഫ് ഉണ്ടാവുള്ളൂ, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സിക്സാക്ക് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. നമ്മൾ മൂന്നെണ്ണം വരച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പോസ് ചെയ്ത് യെസ് അടിച്ചു. അത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഏത് നോഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. നമുക്ക് ഈ സ്ക്രീനിന്റെ സെന്റർ ആണെങ്കിലും XYZ ഗ്രിഡില് 0 പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇൻ കേസ് വിൻഡ് ലോഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് നോട്ട്സിന്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇതാക്കാതെ നമ്മൾ എന്ത് ചെയ്തു, 0 പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. 0 0 0 തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. ഇൻ കേസ് ഞാൻ 15 മീറ്റർ എന്ന് ടോട്ടൽ എടുത്തിരുന്നുണ്ടെങ്കിൽ, അതായത് 15 മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ 5 10 ഒരു ഇവിടെ കറക്റ്റ് കിട്ടിയെന്ന് വരില്ല, ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എടുത്താണ് ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് സൈഡത്തെ ബീംസ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. യെസ്, അങ്ങനെയാണ് നമ്മൾ ആ നോഡ് ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെയല്ല നമുക്ക് തന്നിട്ടുള്ളൂ. ഈ നോട്ട്സ് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് കേസർ നോഡ് കേസർ എടുത്താണ്ട് ചെയ്തു, അതും ഡിലീറ്റ് ചെയ്തു. സോറി, 3D നോക്കാം. ഇവിടത്തെ ഒന്ന് പോയിട്ടുണ്ടല്ലോ. ആണെന്നുണ്ടെങ്കിൽ ജോമെട്രി എടുത്ത് ആഡ് ബീം ഇട്ടാണ്ട് വരച്ചാലും മതി. ആ വരച്ചു. ഞാൻ വ്യൂവിൽ ഫ്രണ്ട് വ്യൂ എടുത്തു. എന്താ ചെയ്തു, ഇതിൽ കൺട്രോൾ സെറ്റ് അടിച്ചിരുന്നത്, അതുകൊണ്ടാണ് നോഡ് കേസർ എടുത്തു, ഡിലീറ്റ്. ഓക്കെ, നമുക്കത് ആ സ്പേസിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എന്ത് കൊടുക്കാം, പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് എന്താണ്, സ്റ്റീലാണ്, ട്രസ്സാണ്, സ്റ്റീലാണ്. ഞാൻ എന്ത് ചെയ്തു, സെക്ഷൻ ബേസ് എടുത്താണ് എന്ത് ചെയ്തു, നമുക്ക് ഇന്ത്യൻ കണ്ടീഷൻ ആപ്പ് കൊടുക്കേണ്ടി വരാം. ഇന്ത്യൻ ആയതുകൊണ്ട് ഏതാ കണ്ടീഷൻ വെച്ചാൽ അതെടുക്കാം. ഇന്ത്യൻ കണ്ടീഷൻ എടുത്താണ് ഞാൻ ചെയ്തു, ഒരു ആംഗിളോ ടി ഷേപ്പോ ഐ ഷേപ്പ് ഒന്നും വേണ്ട, എ ഷേപ്പ് ഒന്നും വേണ്ട, ചാനലോ ആംഗിളോ പൈപ്പോ ഒക്കെ നോക്കിയാൽ മതി. പൈപ്പോ ട്യൂബോ, ഞാൻ ജസ്റ്റ് ആംഗിൾ എന്ന് എടുത്താണ് ചെയ്തത്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിൽ ISA 8058 എടുത്തു, ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു, അസൈറ്റ് വ്യൂ അടിച്ചു. ഈ വ്യൂവില് 3D റെൻഡറിങ് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ്. ഈ എടുത്ത് ഏതെങ്കിലും നോക്കിയാൽ എഴുതി കിട്ടും. ഉണ്ടാവും. ഓക്കെ, സ്റ്റീൽ വെച്ചാണ് എന്ത് ചെയ്തു, മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും സ്റ്റീൽ. പിന്നെ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ ട്രസ് ആണെന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, അസൈൻ ചെയ്ത് കൊടുക്കാം. അത് ട്രസ് എടുത്തു, എന്ത് ചെയ്തു,
ആഡ് കൊടുത്തു, ക്ലോസറ്റ് മെമ്പർ ഡ്രസ് സെയിം വ്യൂ കൊടുത്താൽ നമുക്ക് ഡ്രസ് ആണെന്നുള്ള ഒരു ഇത് കിട്ടും. ഇതിൽ സപ്പോർട്ട് രണ്ട് സൈഡ് നമുക്ക് ഫിക്സഡ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് സപ്പോർട്ട് എന്ന് വെച്ചാൽ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്തു, ഫിക്സഡ് കൊടുക്കണം. യൂസ് കേഴ്സർ ടു അസൈൻ, ഈ നോഡ് ഞാൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ആക്കി പിടിച്ച് അപ്പുറത്തുള്ള നോഡ് ഞാൻ സെലക്ട് ചെയ്തു. അസൈൻ്റെ സെലക്ട് നോട്ട്സ് അസൈൻ യെസ് അടിച്ചു. വ്യൂവിൽ പോയാൽ നമുക്ക് 3D കാണാം. ഒന്നുകൂടെ കൊടുക്കാം. ഫ്രണ്ട് വ്യൂ കൺട്രോൾ ആക്കി പിടിച്ചു, രണ്ട് നോട്ട്സ് എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ടി വരും കേട്ടോ. അസൈൻ്റെ സെലക്ട് നോട്ട്സ് അസൈൻ യെസ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 3D ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണാനാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ലോഡിങ്ങിൽ എന്ത് ചെയ്യാം, ലോഡിങ്ങിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ടല്ലോ. ലോഡിങ്ങിൽ നമുക്ക് കാണിക്കുന്നത് ഇവിടെ 2000 kg, 3000 kg, 2000 kg. നമ്മളത് ഫുള്ള് കിലോമീറ്ററിലാണ് കിടക്കുന്നത്. ലോഡ് കേസ് ഡീറ്റെയിൽസിൽ ഞാൻ ആദ്യം ചെയ്തു ഡെഡ് ലോഡ് ആഡ് ചെയ്തു. എല്ലാം ഡെഡ് ലോഡാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം ഡെഡ് ലോഡിൽ മതി. DL ആഡ് കോസ്. ഡെഡ് ലോഡിൽ നമ്മൾ എല്ലാവരും ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, സെൽഫ് വെയിറ്റ് ആഡ് ചെയ്തു, കോസ് ചെയ്തു, സെയിം ടു വ്യൂ അടിച്ചു, സെയിം ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് അസൈൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നോഡൽ ലോഡ്സ് ആണ്. അതായത് ഇതൊക്കെ കാണുന്ന നോഡൽ ലോഡ്സ് ആണ്. 2000 ഈ സൈഡ്, 3000 ഈ സൈഡ്, 2000 ആ സൈഡ്. അതൊക്കെ നമുക്ക് കാണുന്നത് KG-യിലാണല്ലോ. നമുക്ക് അത് കൊടുക്കാൻ നമുക്ക് ആദ്യം തരും. ഞാൻ ഡെഡ് ലോഡിൽ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് നോഡൽ ലോഡ് കൊടുക്കുക. നോഡൽ ലോഡാണ് കൊടുക്കുക. അതിൽ കിലോ ന്യൂട്ടണിലാണ് കിടക്കുന്നത്. കിലോ ന്യൂട്ടണിൽ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ജോമെട്രി പോയിട്ട് ഇവിടെ ഉണ്ട് യൂണിറ്റ് ചേഞ്ച് ചെയ്യണം ഓപ്ഷൻ, ഇമ്പോർട്ട് യൂണിറ്റ്സ്. അത് ഞാൻ എന്ത് ചെയ്തു, കിലോഗ്രാമൊക്കെ ആക്കിയാണ്ട് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ KG പെർ മീറ്റർ അവിടെ കാണുന്നുണ്ട്, ഇമ്പോർട്ട് യൂണിറ്റ്സ് കാണുന്നുണ്ട്. അതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഡെഡ് ലോഡിൽ ആഡ് ചെയ്തു, നോഡൽ ലോഡ് KG ആയിട്ടുണ്ട്. നമുക്ക് തന്നെ -2000 മൈനസ് കൊടുക്കാനുള്ള റീസൺ താഴോട്ട് ആയതുകൊണ്ടാണ് -3000 ഉണ്ട്. KG-യിലോട്ട് കൺവേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. എവിടൊക്കെ എന്തൊക്കെ വരും നോക്കാം. രണ്ട് സൈഡിൽ 2000 kg. വ്യൂവില് ഫ്രണ്ട് വ്യൂ കൺട്രോൾ ഒക്കെ പിടിച്ചാണ് ചെയ്തോ, നോട്ട്സ് രണ്ടും സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ 2000 kg ആക്കി. അസൈൻ ടു സെലക്ട് വ്യൂസ് കിട്ടണില്ല, നോട്ട്സും കിട്ടണില്ലല്ലോ, കിട്ടണില്ല. യൂസ് കേഴ്സർ ടു അസൈൻ എടുത്താണ് ചെയ്യാം. കിട്ടണ ഞാൻ ചെയ്യാത്ത വീഡിയോ എടുത്തു. സെലക്ട് കേഴ്സർ കിട്ടണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടാവും അസൈൻ ടു സെലക്ട് നോട്ട്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. ഒന്നായിട്ട് സെലക്ട് ചെയ്തപ്പോൾ വന്നിട്ടില്ലേ, എന്താ ചെയ്യുക, ഓരോന്ന് സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് കുറച്ച് എറേഴ്സ് എന്തിട്ട് സ്റ്റാരിലുണ്ട്. ഇവിടെ 3 ഇവിടെ 3. അസൈൻ ടു സെലക്ട് നോട്ട്സ് 2000 kg അസൈൻ ചെയ്തു. അതേമാതിരി 3000 kg നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോളൊക്കെ പിടിച്ച് നോട്ട്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. കൺട്രോളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ നോഡ് അസൈൻ ടു സെലക്ട് നോട്ട്സ് അസൈന് യെസ്. ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാബ് സെറ്റിംഗ്സ് പോയാൽ നമുക്ക് എന്ത് കിട്ടും, ലേബൽ ചെയ്യാം. അതായത് ലോഡ് ചെയ്ത വാല്യൂസ് ലേബൽ ചെയ്യാം. ലോഡ് വാല്യൂസ് കൊടുത്താൽ ഓക്കെ അടിച്ചാൽ ഉണ്ടാവും. ലോഡ് വാല്യൂസ് അവിടെ മുകളിൽ ലാബ് ചെയ്തിട്ടുണ്ട്, വലുതായിട്ടാണ് ലാബ് ചെയ്തിട്ട്. പ്ലസ് 0.3 kg എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലോഡ് വേറെ ഏതോ വെർഷനിലാണ് ലാബിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ലാബിൽ ചെയ്യാം. സപ്പോർട്ട് ലോഡിങ് കൊടുത്തു, ലോഡ് ആയിട്ടുണ്ട്. വേറെ ലോഡൊന്നും പറഞ്ഞില്ല, നമുക്ക് സെറ്റ് ചെയ്തിട്ട് എന്തായാലും വരും. ബാക്കിയുള്ള ലോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ബ്ലൂ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തതാണ്. നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് കൊടുക്കാം. അനലൈസ് സെപ്പറേറ്റ് എടുത്താണ്, അതുകൊണ്ട് അനലൈസിസ് കമാൻഡ് റിട്ടേൺ ചെയ്യണം. ആഡ് കോഴ്സ് അനാലിസിസ് 0 എറർ. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൻ മോഡ് എടുത്താണ് എന്ത് ചെയ്യുക, സ്റ്റീൽ ഡിസൈൻ ചെയ്യുക. സ്റ്റീൽ എടുത്തു, എന്താ കോഡ്, സ്റ്റീലിന്റെ കോഡ് ഏതാ,
IS 800 ഉണ്ടല്ലോ, IS 800 തരുന്നുണ്ട്. സെലക്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആകെ അറിയണ മിനിമം വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FYLB അതായത് yield strength ഓഫ് സ്റ്റീൽ. പിന്നെ വേറെ ഏതെങ്കിലും അറിയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അറിയില്ലെങ്കിൽ ചെയ്യാതൊക്കെ തെറ്റിക്കരുത്. ബിക്കോസ് ബാക്കിയുള്ളൊക്കെ ഡിഫോൾട്ട് തരും. പിന്നെ ഇത് പോരാത്തിന് എന്താണ് സ്റ്റീലാണ്, തെറ്റിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പറയണത് മാത്രം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, yield strength ആഡ് ചെയ്തു ഡിഫൈൻ ചെയ്യാമോ, ഇതിൽ തന്ന വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാം, അസൈൻ ടു വ്യൂ, അസൈൻ യെസ്. കമാൻഡ്സ് എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് എടുക്കാം, ചെക്ക് കോഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മെമ്പർ ടൈപ്പ് ഓഫ്, അതായത് എത്ര സ്റ്റീൽസ് ഉണ്ട്, പിന്നെന്താ ഗ്രൂപ്പ് വേണ്ട, മെമ്പർ ടൈപ്പ് ഓഫ് എടുത്ത് സെലക്ട് എടുത്താൽ ടൈപ്പ് ഓഫ് കൊടുത്താൽ നമ്മളെ ചെക്ക് കോഡ് അസൈൻ ടു വ്യൂ ആണ്. പിന്നെ സെപ്പറേറ്റ് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാ അസൈൻ ടു വ്യൂ കൊടുക്കാം. അസൈൻ ടു വ്യൂ അസൈന് യെസ്, സ്റ്റീലിന്റെ ടൈപ്പ് ഓഫും അസൈൻ ടു വ്യൂ സീന് യെസ്. ഇത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ട് അനാലിസിസ് അടിച്ചാൽ സേവ് അടിച്ചാൽ ഒന്നുകൂടെ അനലൈസ് ചെയ്തു. നമ്മൾ വ്യൂ ഔട്ട്പുട്ട് ഫയൽ പോവാം. ഇത് എത്ര ഫെയിൽ ആണോ സക്സസ് ആണോ നമുക്ക് നോക്കാം. സ്റ്റീൽ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റും. കുറച്ച് വെരി വെരി വീക്ക് സ്പ്രിങ് ആഡഡ് ഫോർ സ്റ്റീൽ. എന്തായാലും ഫെയിൽ ആയി, കാരണം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീൽ ഡിസൈൻ എടുക്കാം. ഒക്കെ ഫെയിലാണ്. സ്റ്റീൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, ആദ്യം കൂട്ടി നോക്കാം. പ്രോപ്പർട്ടീസ്, എഡിറ്റ്, ഓവർ കൂടിയാലും ഫെയിൽ ആവും, കാരണം ആ ഒരു സ്പേസിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റായി കിട്ടണം. ഓക്കെ, അത് ആയിട്ടുണ്ട്. ഞാൻ ചേഞ്ച് ആണ് ചെയ്തത്. അനാലിസിസ് റൺ, അനാലിസിസ് സേവ്. ഒരു മിനിറ്റ്. ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ടാക്കാം. സ്റ്റീൽ ഡിസൈൻ എടുത്തോ, ഒക്കെ ഫെയിലാണ്. സ്റ്റീൽ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ്, എഡിറ്റ്, ഇങ്ങനത്തെ നമ്മളെല്ലാം ട്രൈ ചെയ്യില്ലായിരുന്നു. അല്ലാതെ നമുക്ക് കറക്റ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. നമുക്ക് ഏതെങ്കിലും കണ്ടെത്താൻ പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിന് ഏത് സ്റ്റീലാണ് വേണ്ടതെന്ന് ചെക്ക് ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഔട്ട്പുട്ട് ഫയൽ ചെയ്ത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഫെയിൽ നമുക്ക് ഇന്ത്യൻ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കേണ്ടി വരും. പ്രോപ്പർട്ടീസ്, എഡിറ്റ്, നമ്മൾ കൊടുത്ത് 130 200 ആക്കി നോക്കട്ടെ. പാസ് ആയിട്ടുണ്ട്, കണ്ടോ, ഇതൊക്കെ പാസ് ആയിട്ടുണ്ട്. CTC കംപ്രഷൻ ടെൻഷനൊക്കെ പാസ് ആയിട്ടുണ്ട്. ഇവിടെ പാസ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ചിലതിൽ കാണാം നമുക്ക് ചിലത് പാസ് ചിലത് ഫെയിൽ ആയിട്ട് കാണും. ബിക്കോസ് എന്താ വെച്ചാൽ ചില സ്ട്രക്ചറിനെ ഓരോ ഇതനുസരിച്ച് നമ്മളെ ടവറൊക്കെ പല സൈസും പല ടൈപ്പും ആണല്ലോ. എല്ലായിടത്തും ഒരേ സൈസും ഒരേ ടൈപ്പ് അല്ല. അപ്പൊ ഏതൊക്കെ പാസ് ആയിട്ടുണ്ട് ഏതൊക്കെ ഫെയിൽ ആയിട്ടുണ്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഞാൻ നന്നായി കൂട്ടി വെച്ചുകൊണ്ടാണ് കിട്ടിയത്. ഇത്രയൊന്നും ചിലപ്പോൾ വാണ്ടി വരില്ല. ചെക്ക് ചെയ്ത് നോക്കിയാൽ ചേഞ്ചസ് ഉണ്ടാവും. കുറച്ച് നോക്കിയാൽ ചേഞ്ചസ് ഉണ്ടാവും. ഞാനത് ഓവറായിട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബഡ്ജറ്റ് കൂടുകയാണ് ചെയ്യാം. സ്റ്റീൽ ചേഞ്ച് ആകുമ്പോൾ ബഡ്ജറ്റ് കൂടും. ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ടേക്ക് ഓഫ് എടുത്താൽ നമുക്ക് ഓരോന്നിന്റെ ലെങ്ത് കിട്ടും. അതായത് 200 നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റീൽ ഏതൊക്കെ തന്നെ ലെങ്ത്തിലും വെയിറ്റിലും വേണ്ടെന്ന് നമുക്ക് കറക്റ്റ് കിട്ടും.
ഇത്രയും kg വരും. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സ്റ്റീൽ ടേക്ക് ഓഫ് ഞാൻ 2 എടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ലെങ്ത് എത്ര 235 മീറ്റർ ഉണ്ട് ടോട്ടല്. ഇത്ര വെയിറ്റ് ഉണ്ടെന്നാണ് ഇപ്പൊ തന്നിട്ടുണ്ട്. ഓരോന്ന് 5 മീറ്റർ വെച്ചാണുള്ളത്. 5 മീറ്ററിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട 5 മീറ്ററിന് നമുക്ക് 100 സംതിങ് കിലോഗ്രാം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതും ചെയ്യും.